ഹായ് ഹലോ എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ചായക്കടയിലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മുട്ടക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് പാത്രം ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കുറച്ച് കടുക് ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കാവേ. കടുക് ചേർത്തിട്ട് കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയില്ലേ, കറിവേപ്പില അത് മുട്ടക്കറിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേർത്താൽ നല്ലതാട്ടോ. അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സ്വാദ് ഉണ്ടാകുമേ. കറിവേപ്പിലയും കടുകും പൊട്ടിയ ശേഷം നമുക്കുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ചേർക്കണം. അപ്പോൾ ഇതാദ്യം ഒന്ന് വാടട്ടെ. ഒന്നാമത് നമ്മുടെ പച്ചമുളക് ഒരു നിറം മാറി വരണം. ഇഞ്ചിയും ഒന്ന് പയ്യെ ഒരു പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ കണ്ട ഒരു നിറം മാറിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, സവാളയില്ലേ, സവാള അതേ ഞാനൊരു ചെറിയ സവാള കേട്ടോ, ഒരു 4 എണ്ണം അരിഞ്ഞിട്ടുണ്ട്. എൻ്റെ അരിയലൊക്കെ കണക്കാട്ടാ. നിങ്ങളത് നേരത്തെ അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാനിങ്ങനെ ഇത്തിരി വലുതാക്കിയിട്ട് അരിയണേ. എന്നെയും കൊണ്ട് മമ്മി അതുകൊണ്ട് ഇത് എന്താ പറയുക, സവാള നീളത്തിലൊന്നും അരിയിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കണ്ട ഭയങ്കര വലുതായിട്ട് അരിയുള്ളൂ. നിങ്ങൾ നല്ല സ്ലൈസായിട്ട് അരിയണമെങ്കിൽ അരിഞ്ഞോട്ടോ, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടാം. എന്നിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്തോട്ടോ. കാരണം ഉപ്പ് ചേർക്കണത് എന്തിനാന്ന് പറഞ്ഞാൽ സവാള വേഗം വഴറ്റി കിട്ടുവേ. അതിന് ശേഷം നമുക്കിതേ കുറച്ച് തക്കാളി ചേർക്കാം കേട്ടോ. മമ്മി പറഞ്ഞത് തക്കാളി അധികം ചേർക്കല്ലേ എന്ന് പറയണ്ടേ. അപ്പോൾ അതൊരു നല്ല ടിപ്പാണ്. മമ്മി പറഞ്ഞതിൽ എനിക്ക് കാര്യം ഉണ്ടാവും കേട്ടോ. കാരണം അവരെന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങളായിട്ട് കറികൾ ഉണ്ടാക്കുന്നതല്ലേ. നമ്മളെക്കാളും കൂടുതൽ എൻ്റെ പ്രായക്കാരെ ഉദ്ദേശിച്ചാട്ടോ ഞാൻ പറഞ്ഞത്. കറികൾ ഉണ്ടാക്കണതുകൊണ്ട് അമ്മമാർ പറയണത് കേൾക്കണമല്ലോ. മമ്മി പറഞ്ഞത് ഒരു തക്കാളി എടുത്താൽ മതി എന്നാട്ടാ. തക്കാളിയുടെ കുത്ത് ഇതിൽ മുട്ടക്കറിയിൽ കൂടുതൽ ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് മമ്മി പറയണേ. അപ്പോൾ നിങ്ങളൊരു ചെറിയ തക്കാളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും സവാള ഒന്ന് നല്ലോണം വേഗം ആകാനായിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയുകയാണ്, കുറച്ച് ഉപ്പിടുക. ഇപ്പം അതൊരു ടിപ്പ് തന്നെയല്ല, എല്ലാവരും പറഞ്ഞത് എല്ലാവർക്കും അറിയാതെ. എന്ത് ചേർക്കണം? ഉപ്പ് ചേർക്കണം കേട്ടോ. കുറച്ച് ഉപ്പൊന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ സവാള വേഗം വഴറ്റി നമുക്ക് എടുക്കാൻ പറ്റുമേ. ബ്രൗൺ കളറാകും വേഗം കേട്ടോ. സവാളയും പച്ചമുളകും ഇഞ്ചിയും തക്കാളിയൊക്കെ വഴറ്റിയ ശേഷം നമുക്ക് ഇനി പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മുളക് പൊടി ചേർത്തു കേട്ടോ. മുളക് പൊടി ചേർത്ത ശേഷം മല്ലിപ്പൊടി. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തേക്കാണേ. മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ചേർത്തോ കേട്ടോ. മുളക് പൊടിനേക്കാൾ ഇരട്ടി മല്ലിപ്പൊടി. പിന്നെ ഇത് ചേർത്തേക്കണത് സവാളയും തക്കാളിയും പിന്നെന്താ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലേക്ക് വഴറ്റിയ ശേഷം നമുക്കിനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല കേട്ടോ. ഗരം മസാലയും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കാണ്. ഇത്ര ടേബിൾ സ്പൂണിനൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഇപ്പോൾ ഗരം മസാല ചേർക്കണം കേട്ടോ എന്തായാലും. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കിനി തീ കത്തിച്ചിട്ട് പൊടികളൊന്ന് മൂപ്പിക്കാം കേട്ടോ. ഒരു മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പൊടികൾ ഞാനിതേ ഒന്നും കൂടി പറയാട്ടെ എന്തെല്ലാമാണ് ചേർത്തേക്കണേന്ന്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ചേർത്ത ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. അതായത് ഇപ്പോൾ കോഴിമുട്ട നമ്മൾ വഴറ്റി കഴിയുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചാലാണ് അതിൻ്റേതായ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മൂടി വെക്കാം. നമ്മൾ അടച്ച് വെച്ച് നല്ല ചാറൊക്കെ ഉറുകിയ ഈ കറിയിലേക്ക് ഇനി കോഴിമുട്ട ഞാൻ ഇത് വരഞ്ഞ് വെച്ചേക്കണം കേട്ടോ. ഇത് കണ്ട വരഞ്ഞത് കാണാമോ? എൻ്റെ ക്യാമറ അത്ര നല്ല ഇതല്ല. അപ്പോൾ അതിങ്ങനെ എടുത്തിടാം കേട്ടോ. വരഞ്ഞ് വെച്ചേണ കോഴിമുട്ടകളാണ്.
എന്നിട്ട് നമുക്ക് പയ്യെ തീ കത്തിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അത് കഴിയുമ്പോൾ നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡിയാകും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.